ഇത് മാസ് മോട്ടോഴ്സിനാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി. നിലവിൽ അതിൻ്റെ ഓയിൽ തീർന്നിട്ട് പിസ്റ്റണൊക്കെ പിടിച്ച് നമ്മൾ ഒരു പ്രാവശ്യം അയച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് സിലിണ്ടർ കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. ഒരുപാടായിട്ട് ജനസാരേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ ഓയിൽ തീർന്ന് ഓടിയതിൻ്റെ പുറത്ത്. അപ്പോൾ അന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ്സ് അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് നമുക്ക് ക്യാം ഷാഫ്റ്റാണ്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഇതാണ് ഇച്ചിരി മൂവിങ് പാർട്സ് ആയിട്ടുള്ളത് ഇനി ബെയറിങ് സംബന്ധമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും ബെയറിങ്ങുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഓയിൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ ഹീറ്റിങ് വരും. നോർമൽ സാധാരണ രീതിയിൽ അങ്ങനെ അവിടെ ഓടി പോകലാണ് പതിവ്. പ്രശ്നം പിന്നെ ലൂബ്രിക്കേഷൻ കിട്ടുമ്പോൾ അത് കുറേ അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഡാമേജിലേക്ക് വന്നേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓയിൽ തീർന്ന് അങ്ങനെ ഒരു ഹീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബെയറിങ്ങും കൂടി മാറേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത് നമുക്ക് കഴുകിയിട്ട് വരും, വീണ്ടും ചിലവ് വരാനുള്ളൂ. സാധാരണ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ കിട്ടാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ പ്രോബ്ലംസ് അപ്പം ഇല്ല. പക്ഷെ എന്തെങ്കിലും ഡാമേജ് തേയ്മാനം എന്തെങ്കിലും വന്നിരുന്നിട്ടുണ്ടാവും. നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ യൂണിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് നമുക്ക് പുറമേ നിന്ന് ആകെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കണക്ടർ റോഡും അതിനോടനുബന്ധിച്ച് തന്നെ ബെയറിങ് എന്തെങ്കിലും പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് ആ ഫസ്റ്റത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിലവിൽ അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ട് ബെയറിങ്ങും ഇതിൻ്റെ ഈ രണ്ട് ബെയറിങ്ങും കൂടി മാറ്റണമുണ്ട്. ബാക്കിത്തെ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്താൽ മതി. കാരണം ഇത് രണ്ടും നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ നമുക്ക് അസംബ്ലി ആയിട്ട് മേടിച്ച് മാറ്റണം. അസംബ്ലി ആയിട്ട് മാറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിന് മാത്രം 4000 ചില്ലാൻ രൂപ വരും. ഇതിന് 1150 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലത്തെ ബെയറിങ്ങുകൾ മാത്രം നമുക്ക് മാറ്റി കിട്ടും. സൈഡിലത്തെ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇതിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ 2 ദിവസം താമസം വരുമെന്നുള്ളൂ. റേറ്റ് ഒരുപാട് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാറാണത് ക്ലിയർ ആവുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷൻ. അതാണ് അന്ന് നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കണ്ടില്ല. കണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകാം. ഇതിപ്പോൾ നമുക്ക് പണി വന്നപ്പോൾ ഇരട്ടിപ്പണിയായി. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ വിട്ടേക്കാം കേട്ടോ വാട്സാപ്പിനകത്ത്. ഇത് ലേറ്റൽ എമൗണ്ടിൻ്റെ വരുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ഈ ഗ്യാസ് കെറ്റുകളെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മളന്ന് പുതിയതിട്ടാണെങ്കിലും ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെയും കൂടിയും വരും. ഓക്കെ.